കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് നല്ല ചൂരമീൻ കിട്ടി. അപ്പോൾ വിചാരിച്ച് കുറച്ച് അച്ചാറിടാമെന്ന്. കാരണം ഞങ്ങൾക്കിവിടെ എപ്പോഴും ഒന്നും മീൻ കിട്ടത്തില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞങ്ങൾക്കിവിടെ ഈ തണുപ്പ് സമയം മാത്രമേ നിങ്ങൾക്ക് മീൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കിട്ടിയ മീനെ കുറച്ച് നമുക്ക് തലയും വാലും ഒക്കെ കറി വെച്ചിട്ട് ബാക്കി അതിൻ്റെ നല്ല കഷ്ണങ്ങളൊക്കെ ഒന്ന് അച്ചാറിടാമെന്ന്. ഈ ഒരു ചൂരമീനാണ് കിട്ടിയത്. ഇത് അകം കറുത്ത മീനാണ്. അത് ഈ വെള്ളച്ചൂര നമുക്ക് ഇവിടെ കിട്ടാറില്ല, അങ്ങനെ കിട്ടിയിട്ടുമില്ല, കിട്ടത്തുമില്ല. പിന്നെ കിട്ടുന്നത് ഇതുപോലുള്ള കറുത്ത ചൂരയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ചൂരമീൻ കറി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിത് കഴിക്കത്തില്ല. അന്നേരം അവർക്ക് വേണ്ടിയതായിട്ട് അച്ചാറിട്ട് കൊടുക്കാമെങ്കിൽ അവരത് അറിയത്തില്ല, അത് ശരിക്കും കഴിക്കുകയും ചെയ്യും. മീനില്ലാത്തപ്പം, മീൻ കിട്ടാത്തപ്പോഴൊക്കെ അച്ചാർ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനിന്ന് മീനൊക്കെ ഒന്ന് വെട്ടി നല്ലോണം കഴുകിയെടുത്തതൊന്ന് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അച്ചാറിടണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടിയൊക്കെ ഇട്ട് ആദ്യം ഒന്ന് അതൊന്ന് തേച്ച് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആണ് ഇത് എല്ലാവരും മീൻ അച്ചാറിടുന്ന പോലെ തന്നെയാണ് ഞാനിവിടെ അച്ചാറിടുന്നത്. പിന്നെ ഞങ്ങൾക്കിവിടെ വെളിച്ചെണ്ണയൊന്നും കിട്ടത്തില്ല, നല്ലെണ്ണ കിട്ടത്തില്ല അച്ചാറിടാനായിട്ട്. പിന്നെ ഞാനിടുന്നത് സോയാബീൻ്റെ എണ്ണയ്ക്കകത്താണ് അച്ചാറിടുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും അതിനില്ല. പിന്നെ വെളിച്ചെണ്ണ അല്ലാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തു. സോയാബീൻ്റെ എണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ നല്ലെണ്ണ, ആ ഒരു കാര്യം ഇവിടെ കിട്ടത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം നല്ലെണ്ണയെന്ന് പറഞ്ഞ് വാങ്ങിച്ചു, പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഈ തിരിയൊക്കെ കത്തിക്കാനോ എന്തിനോ ഉപയോഗിക്കുന്നതാണ്. അത് നല്ല സ്മെല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് റിട്ടേൺ കൊടുത്തു. പിന്നെ ഇന്ന് വരെ നല്ലെണ്ണയെന്ന് പറഞ്ഞ് പോയി വാങ്ങിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ വെളിച്ചെണ്ണ അങ്ങനെ കിട്ടാറില്ല. ഏതായാലും കുഴപ്പമില്ല. ഞാൻ മീനെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ്. ആദ്യമേ അതിന് ചേരുവകളെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ അച്ചാറിടുന്നതിന് എന്തൊക്കെ വേണമെന്നുള്ളത്, അതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചു, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മീനൊക്കെ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇത് ഞാൻ രണ്ട് ഭാഗമായിട്ടാണ്, 2 പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകൾ, ഇവിടുത്തെ വിശേഷങ്ങൾ, MP-യിലെ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിലുള്ളത്. അതും തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. അപ്പം ഞാൻ ഇത് ഈ മീനെല്ലാം ഒന്ന് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കി അച്ചാർ തന്നെ ഇടാം. അത്ര എണ്ണ വേണം, അത്രയും മീനിന് ഇത്രയും തന്നെ എണ്ണ വേണം. അതിലേക്ക് ഞാൻ ആദ്യം കടുകിട്ട് കൊടുത്തു. കടുകിട്ടതിന് ശേഷം ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്, പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാവുന്നത് കൊണ്ടാണ് ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തത്. ഞാൻ ഒരിക്കലും അച്ചാറിടുമ്പം ഉലുവ ഇങ്ങനെ ചേർക്കാറില്ല. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചത് അത് മാത്രമേ ചേർക്കാറുള്ളൂ. പക്ഷേ ഇപ്പം എന്താണെങ്കിലും ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. വെളുത്തുള്ളി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുമ്പം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. പിന്നെ ചിലവർ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് ചേർക്കാറുണ്ട്. ഞാനതും ചേർക്കുന്നുണ്ട്, എനിക്കത് ഇഷ്ടമാണ്. പിന്നെ ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പം ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർത്ത് കൊടുത്ത ആവശ്യത്തിന്, എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 5-6 പച്ചമുളക് ഇതേ രീതിയിലൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോൾ വോയിസ് കൊടുക്കാനിരുന്നാലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇതിലെ കൂടി ഒരു ട്രെയിൻ പോകത്തുള്ളൂ. അത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ സമയത്ത് എന്താണെങ്കിലും ഇതിൽ അലച്ച് കൂവി പോകും. അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. കൽക്കരി കൊണ്ടുപോകുന്ന ഒറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ, ഒറ്റപ്പാളം, അതിൽ കൂടി പോകുന്ന ട്രെയിനാണ്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആകുന്നവരെ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. മീഡിയം തീ വെച്ചാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നേരത്തെ കഴുകി അത് നല്ലവണ്ണം ഉണക്കിയെടുത്ത കറിവേപ്പിലയാണ്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. കറിവേപ്പില എത്രയും ചേർക്കുന്നത് അത്രയും നല്ല. എനിക്ക് എല്ലാ കറികളിലും ഞാൻ കറിവേപ്പില ചേർക്കും, അതുപോലെ ആവശ്യത്തിലധികം ചേർക്കാറുണ്ട് കറിവേപ്പില. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവ് കൂടിയ മുളക് പൊടിയാണ് ഞാൻ ആദ്യം ചേർത്തത്. അതിന് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച മുളക് പൊടി, അത് കളറില്ല അധികം. ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുളക് പൊടിയില്ലേ, അതിന് കളറില്ല. പിന്നെ അതുവേണ്ടി ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തു, അതോടൊപ്പം മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത്, ഇനി അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ഇവിടെ കിട്ടുന്ന വെള്ള കായപ്പൊടിയാണ്, അതാണ് അത് വെളുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടണം. പിന്നെ വെള്ളം ചേർക്കണമെങ്കിൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം അല്പം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ നിന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് അച്ചാർ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തീ കുറച്ച് വെച്ചിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടും ചേർക്കാം. ഞാനിവിടെ തീരെ കുറച്ച് വെച്ചിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് ലാസ്റ്റിൽ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ചാറ് വേണ്ടുന്നവർ വിനാഗിരി ഒഴിക്കുന്നതിന് മുമ്പേ വെള്ളം ഒഴിച്ച് ഫ്രൈ ചെയ്യാം. ഇനി മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി എടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ വെള്ളം ചേർക്കാതെ വെക്കുമ്പോൾ കുറേ ദിവസം ഇരിക്കും. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, കുറേ ദിവസം ഇരിക്കും. 1-2 ആഴ്ചയൊക്കെ ആരാംസെ എന്ന് പറഞ്ഞാൽ അസുഖമായിട്ട് നമുക്ക് വെള്ളി വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അല്ലായെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ പെട്ടെന്ന് തന്നെ അത് പൂത്ത് പോകും. അല്ലെങ്കിൽ നമുക്ക് 1-2 ദിവസം കഴിയുമ്പം ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഇത് കുഴപ്പമില്ല, വെള്ളി വെച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ കൂടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.